മാൽപ്പെ ആദ്യഘട്ട തെരച്ചിലിന് ശേഷം വീണ്ടും കരയിലേക്ക് എടുത്തിരിക്കുന്നു. വെള്ളത്തിനടിയിൽ നിന്ന് ഒരു ചുവന്ന ലോഹവസ്തുവാണെന്ന് തോന്നുന്നു. അത് കൊണ്ടുവന്നിരുന്നു. അതെന്താണ്, ഒരു വാഹനത്തിന്റെ ഭാഗമാണോന്ന് അറിയില്ല. KV ബൈജു തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബൈജു, ഇപ്പോൾ ഈശ്വൽ മാൽപ്പെ തിരികെ എത്തി ഒരു ഭാഗം മനാഫിന് ലോറി ഉടമയ്ക്ക് കൈമാറിയത് കണ്ടു. അതെന്തായിരുന്നു? തീർച്ചയായും നമ്മൾ ഇപ്പോൾ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയ ബാരിക്കാടിക്ക് സമീപമാണുള്ളത്. നമുക്ക് അല്പസമയത്തിന് അതിന് എന്താണെന്ന് അത് അറിയാൻ സാധിക്കും. എന്തായാലും അത് ലോറിയുടെ ഒരു വസ്തുവാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്നലെ ലഭിച്ച ജാക്കിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉപകരണമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ ദൃശ്യം, ആ കൃത്യമായ ദൃശ്യം നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റും. എന്തായാലും ആ ദൃശ്യം ഇപ്പോൾ കാണിക്കും. എന്തായാലും മനാഫ് നമുക്കരികിലേക്ക് എത്തും. നമ്മൾക്കിപ്പോൾ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സമീപത്തേക്ക് നമ്മൾക്ക് ഇപ്പോൾ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് അതേത് വസ്തു എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇന്നലെ ലഭിച്ച ആ ജാക്കിയുമായി ബന്ധപ്പെട്ട ഏതൊരു ഉപകരണം പോലെയാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും. എന്തായാലും മനാഫ് നമുക്കരികിലേക്ക് വരുന്നുണ്ട്. നമുക്കത് കൃത്യമായി തരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏതായാലും NDRFന്റെ സംഘം കൂടി ഇപ്പോൾ തെരച്ചിലായി ഫയർഫോഴ്സിന്റെ സംഘമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവരും ഇപ്പോൾ ഈ തെരച്ചിൽ ഇറങ്ങുന്ന സാഹചര്യമാണ്. അപ്പോഴും കലക്ടർ എത്തിയിട്ടില്ല. കലക്ടറെ കാത്തിരിക്കാനായിരുന്നു നേരത്തെ അറിയിപ്പുണ്ടായിരുന്നത്. ഇപ്പോൾ 10 മണി 19 മിനിറ്റ് ഇതുവരെ കലക്ടർ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ കലക്ടറെ കാത്തിരുന്നെങ്കിൽ ഈ തെരച്ചിൽ തന്നെ ഇന്ന് സാധ്യമാകില്ലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം അവർ മനഃപൂർവ്വം ഈ തെരച്ചിൽ ഒരുപക്ഷെ തടസ്സപ്പെടുത്താനായിരിക്കാമോ എന്ന് പോലും. അപ്പോൾ ഈ തെരച്ചിൽ ഇപ്പൊ മാൽപ്പെ ടീമിന്റെ ചെലവ് അതൊക്കെ ആരാണ് ഇപ്പൊ നിലവിൽ വഹിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് നടക്കുന്നത്? ഒന്നുകൂടി ആവർത്തിക്കാം ബൈജു. അതായത് ഇപ്പോൾ ഈ മാൽപ്പെ സംഘത്തിന്റെ തെരച്ചിലിന് ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിന്റെ ചെലവുകളൊക്കെ ആരാണ് വഹിക്കുന്നത്? തീർച്ചയായും ഇത് ഈ MLA ആണ് കുറച്ച് ഉപകരണങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത്. കുറച്ച് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും മനാഫ് നമുക്ക് അരികിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ തേടിക്കൊള്ളൂ, കുഴപ്പമില്ല. വിവരങ്ങൾ തേടിക്കൊള്ളൂ ബൈജു. ഞാൻ ദൃശ്യങ്ങൾ തത്സമയം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലീസ് ടീമുണ്ട്, ഒപ്പം NDRFന്റെയും നേവിയുടെയും ടീമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നത് ഈശ്വർ മാൽപ്പയാണ് ഇപ്പോൾ അവിടെ പരിശോധനയ്ക്കായി പുഴയിലേക്ക് ഇറങ്ങിയത്. അവിടെ ലൈഫ് ജാക്കറ്റ് അണിഞ്ഞൊരു പോലീസുകാരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഒരുപക്ഷെ മാൽപ്പയെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിലെത്തിയതായിരിക്കാം. കൂടുതൽ പേരോടെ തെരച്ചിലിന്റെ ഭാഗമാകാൻ എത്തുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പക്ഷെ അതേസമയം കളക്ടർ ഇനിയും ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. കളക്ടർ നേരത്തെ തന്നെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ ഇതുവരെയും കളക്ടർ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ബൈജു, എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു ബൈജു മനാഫുമായി സംസാരിക്കുകയാണ്. എന്ത് ഭാഗമാണ് കിട്ടിയത് എന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് തോന്നുന്നു. KV ബൈജുവും ക്യാമറാമാൻ സുമേഷ് മൊറാഴയും നമുക്ക് വേണ്ടി ഷിരൂരിലുണ്ട്. അവിടെ ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈശ്വർ മാൽപ്പയും ടീമും രാവിലെ 10:10 കൂടിയാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. ഈശ്വർ മാൽപ്പെ മുങ്ങി താണ് പരിശോധന നടത്തി ഒരു ഭാഗം കൊണ്ടുവന്ന് തന്നിരുന്നു. അത് ലോറിയുടെ ഭാഗമാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാലും കൂടുതൽ ടീം അവിടെ തെരച്ചിലിനായി പുഴയിലേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ മുങ്ങൽ വിദഗ്ധർ, ഈശ്വർ മാൽപ്പെ സംഘത്തിലെ തന്നെ മുങ്ങൽ വിദഗ്ധർ അവിടെ പരിശോധന നടത്താനുള്ള ശ്രമം നടത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും എന്താണ് അവിടെ ലഭിച്ചത് എന്നുള്ളതിൽ ഇനി ഒരു വ്യക്തത കിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തെരച്ചിൽ ഏത് ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതും ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈശ്വർ മാൽപ്പയുടെ ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രാദേശിക ഭരണകൂടത്തിന്റെ ഒരു സഹായമുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഓറഞ്ച് നിറത്തിലുള്ള ആ വസ്തുവാണ് പുഴയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് മുങ്ങി മാൽപ്പെ കൊണ്ടുവന്നത്. അതൊരു വലിയ ലോഹത്തിന്റെ സ്ക്രൂ പോലെയോ എന്നാലും ഭാരമുള്ളൊരു വസ്തുവായി തന്നെ അതിനെ കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കാണുമ്പോൾ അത് ഒരുപക്ഷെ ലോറിയുടെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കാം, അല്ലെങ്കിൽ ജാക്കിയുടെ തന്നെ ഒരു പാർട്ടായി തന്നെ കണക്കാക്കുന്നു, ഭാഗമാണെന്ന് തോന്നുന്നു. അത് നേരെ ലോറി ഉടമയായിട്ടുള്ള മനാഫിനാണ് ആ മാൽപ്പെ സംഘം കൈമാറിയത്.